Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഞാനാണ് CPM-ന്റെ സ്ഥാനത്ത് തീരുമാനിക്കുന്നത് സന്തോഷം. എതിരാളി നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. രണ്ട്, ഒരു പ്രധാനപ്പെട്ട ആളെ മത്സരിക്കണം നമ്മൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഇവർ തട്ടിപ്പോണം. ഏതോ ഒരു പാവപ്പെട്ട ഡോക്ടറെ പോയി കണ്ട് ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചു. ആ ഡോക്ടർ ജീവനും കൊണ്ട് പിടിക്കാൻ ഇല്ലാന്ന് പറഞ്ഞു. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 23-ാം തീയതി അല്ലെങ്കിൽ പറയാം ഡോക്ടർ ചികിത്സിച്ച രോഗികളെല്ലാം കൂടെ തോൽപ്പിച്ചാണെന്ന് പറയും. ഇതിപ്പോ ഒന്നും പറയാനില്ല. സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പാണ് മത്സരിക്കുന്നത്. പരാജയപ്പെട്ട് കഴിയുമ്പോൾ 23-ാം തീയതി ശ്രീ MV ഗോവിന്ദൻ മാഷിന്റെ പത്രസമ്മേളനത്തിന് കാത്തിരിക്കുകയാണ്. എന്ത് ന്യായീകരണം പറയും? പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയാൻ പറ്റുമോ? സർക്കാരിനെതിരായിട്ടുള്ള വികാരമല്ലെന്ന് പറയാൻ പറ്റുമോ? സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ് പാർട്ടി ചിഹ്നം കൂടി ഉണ്ടാവില്ല. വേറെ ഏതെങ്കിലും ചിഹ്നമാണെങ്കിൽ ജനങ്ങൾ അത് മറന്നു. ഈ ചിഹ്നം കാണുമ്പോൾ ആ അരിവാൾ വെച്ച് കൊത്തിയത് ജീവിതത്തെ കൊത്തുന്നുണ്ടല്ലോ. എങ്ങനെയൊക്കെയാ വൈദ്യുതി ചാർജ്, വെള്ളക്കരം, ബസ് ചാർജ് എന്നും വേണ്ട. നിലമ്പൂരിൽ നമ്മൾ നിൽക്കുന്നത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്. ഇവിടെ പുലി പിടിച്ചു കൊന്ന മനുഷ്യന്മാർ, ആന ചവിട്ടി കൊന്ന മനുഷ്യന്മാർ, ആന എറിഞ്ഞു കൊന്ന മനുഷ്യന്മാർ, ഇവരുടെയൊക്കെ ആത്മാവിന് കൂടി വേണ്ടിയിട്ടാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, നീതിക്ക് വേണ്ടിയിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരാൾ സ്ഥാനാർത്ഥിയാകണം CPM-ന്റെ എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമായിരുന്നു. കിട്ടി. ഇത് തിരിച്ചു കിട്ടുമ്പോൾ ന്യായീകരണം പറയാതെ, ഇത് എന്താ പ്രത്യേകമായ സാഹചര്യത്തിലാണെന്ന് വടിവത്ത ഭാഷയിൽ വട്ടത്തിൽ പറയാതെ ന്യായമായി സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണെന്ന് അംഗീകരിച്ചാൽ മതി. ഇപ്പൊ ചില ആളുകളൊക്കെ പ്രതികരണം കണ്ടെത്തുന്നു ഇലക്ഷൻ കണ്ട് കഴിഞ്ഞു. ഇലക്ഷൻ അവർക്ക് സ്ഥാനാർത്ഥി നിർത്തിത്തല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ഷൊർണൂർ പോയി ലോഞ്ച് വെച്ചിട്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരുകാരൻ, അതിന് പ്രത്യേകിച്ച് എടുത്തിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആ പ്രദേശക്കാരെ മത്സരിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ ഒരു അവകാശമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ആ നാട്ടുകാർക്ക് കൂടി തോന്നുന്ന ആ പ്രദേശക്കാരനാണ്. ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ഇപ്പൊ ഞാൻ അടൂരിലാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ എനിക്ക് ലോഞ്ച് ഉണ്ടാകും. ഇന്നലെയൊക്കെ ഇവിടെ പാർട്ടിയുടെ ചുമതലയായിട്ട് നിന്നാളിന്ന് ഷൊർണൂർ പോയി. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ സ്റ്റേഷനിൽ വന്നിട്ട് ലോഞ്ച് അവതരിപ്പിച്ചേക്കാണ്. അപ്പോൾ സ്വന്തം നാട്ടിൽ പോലും ലോഞ്ച് ചെയ്യപ്പെടേണ്ടുന്ന ഒരാളാണെന്ന് തോന്നൽ ആ പാർട്ടിക്കാർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാനുള്ളത്? പിന്നെ നാട്ടുകാരാണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഈ നാട്ടിൽ കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായി. ആ കവളപ്പാറയിൽ ദുരന്തമുണ്ടായ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബാപ്പൂട്ടി ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ കോൺട്രിബ്യൂഷൻ നാടിനറിയാം. ഈ നാട്ടിൽ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യന്മാരുടെ കൃഷിയും മനുഷ്യന്മാരെയും നശിപ്പിച്ചപ്പോൾ ഈ ചങ്ങാതിക്ക് ഒരൊറ്റ വരി പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ട്. ബാക്കി പല വിഷയങ്ങളെ പറ്റി പറയും നമ്മൾ കേൾക്കാനും. പറച്ചില് മാത്രമല്ല, പ്രവൃത്തിയൊന്നുമില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വന്യമൃഗ മനുഷ്യന്മാരെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാലത്ത് ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് അവർ തന്നെ പറയുകയാണ്, ഒന്നെങ്കിൽ പറയാൻ നാട്ടുകാരനാണെന്ന് പറയുക, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കും. ഏതാണ് സ്വരാജ്? അതിനെന്താ കുഴപ്പം? പാലക്കാട്ട് സ്വീകരണത്തിൽ ഏതാണ്ട് മോശം ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിലെ സ്വീകരണത്തിൽ ഏതാണ്ട് മോശം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാലക്കാട് പറഞ്ഞൊരു കാര്യമുണ്ട്, പുതുപ്പള്ളി പറഞ്ഞ കാര്യമുണ്ട്, തൃക്കാക്കര പറഞ്ഞ കാര്യമുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് ഇവിടെ ചാനല്. TV അങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങളൊരു തീരുമാനം എടുക്കും. 23-ാം തീയതി ഒരു ഇഞ്ചോടിഞ്ച് മത്സരമില്ല ആധികാരികമായി. ഷിയാസ്, എനിക്കിപ്പോ ഇവിടെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നുണ്ട്, പാലക്കാട് MLA ഇവിടെ ഈ നിലമ്പൂരിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് പത്രികാ സമർപ്പണത്തിന് ആര്യാടൻ ഹൗസിൽ നിന്ന് അതിന് മുന്നോടിയായിട്ടാണ് പാലക്കാട് ഏറ്റവും ഒടുവിൽ UDF-ന് ഒരു വിജയം കൊടുത്ത പാലക്കാട് നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എത്തിയത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വരാജ് സ്ഥാനാർത്ഥിയെ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഏറ്റവും ട്രോൾ ചെയ്യപ്പെടുന്നത്. അല്ല, എനിക്ക് സന്തോഷമാണ്. കാരണം CPM-ന്റെ സ്ഥാനാർത്ഥി അവരെ നിശ്ചയിക്കുന്ന ആള് ഞാനാണ് എന്ന് പറയുമ്പോൾ അവരുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്നൊരു വിലയില്ലെന്നല്ലേ അവരുടെ അർത്ഥം. സന്തോഷമുണ്ട്. പക്ഷേ CPM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറെ പോലും ഉത്തരവാദിത്തപ്പെട്ട അവരുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ മത്സരിക്കുന്നതിനകത്ത് വലിയ സന്തോഷം. ഇത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി മത്സരിച്ചാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ലാതെ ഇവര് തപ്പി നടന്നൊരു ഡോക്ടർ ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ടവൻ, അയാൾ ഓടി മാറിയല്ലോ. അയാളൊക്കെ മത്സരിച്ച് പരാജയപ്പെടുന്നെങ്കിൽ ഇവരെന്താ പറയാൻ പോകുന്നത്? നമ്മൾ പറയും സർക്കാരിനെ തോൽപ്പിച്ച് ഭരണവിരുദ്ധ വികാരമായി എന്ന് പറയും. അന്നേരം ഇവർ പറയും ഡോക്ടർ ചികിത്സിച്ച രോഗികളെല്ലാം കൂടി എതിരായതാന്ന് പറയും. പാലക്കാട് പരാജയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞത് സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞു. അന്നേരം ഇവർ പറഞ്ഞല്ല ഇപ്പുറത്തെ പാർട്ടി നിർത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വികാരമാണെന്ന് പറഞ്ഞു. തൃക്കാക്കരെ തോറ്റപ്പോൾ നമ്മൾ പറഞ്ഞു സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞല്ല പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചെന്ന് പറഞ്ഞു. സന്തോഷമുണ്ട്. ഈ ചിഹ്നം കാണുമ്പോഴാണ് ജനങ്ങൾ ഓർക്കുന്നത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും വെള്ളച്ചാർജ് വർദ്ധിപ്പിച്ചതും. ഈ നാട്ടിലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ നഷ്ടം അനുഭവിക്കുന്ന മനുഷ്യന്മാർക്ക് ആ ചിഹ്നം കാണുമ്പോൾ ഒരു പ്രത്യേക ഹാലിളക്കം ഉണ്ടാകും. ആ ഹാലിളക്കത്തിൽ 23-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അതൊരൊച്ചോട്ടെ, 23-ാം തീയതി CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിൽ പാർട്ടിക്ക് പങ്കില്ല ഈ പരാജയത്തിൽ എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയാണ്. ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ സർക്കാരിന്റെ ഭാഗമായ ആളെന്ന്. അത് നല്ലതാ, നല്ല ക്യാമ്പയിനാണ്. ഞങ്ങൾ അതിന് പറയുന്നു സർക്കാരിന്റെ പ്രതിനിധി. ആ പ്രതിനിധിക്ക് സർക്കാർ വിരുദ്ധ വോട്ടുകൾ ആ പ്രതിനിധിക്കെതിരായിട്ടുണ്ടാകും. ആര്യാടൻ ഷൗക്കത്ത് ആധികാരികത.
പാലക്കാട് വലിയ സ്വീകരണം ഉണ്ടായിരുന്നു, തൃക്കാക്കര വലിയ സ്വീകരണം ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിൽ സ്വീകരണം കാരണം അടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഈ 3 മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇനിയും നിലമ്പൂരുകാരനാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്തിനാ ഈ ലോഞ്ച് വെക്കുന്നത്? ഇന്നലെ പിരിവിടുണ്ടായിരുന്നു, ഇന്നലെ ഇവിടെ പാർട്ടിയുടെ ചുമതലയായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഷൊർണൂർ ട്രെയിൻ കയറി പോയി. ഷൊർണൂരിൽ നിന്ന് ലോഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിലമ്പൂർ വന്നിറങ്ങി. ഇപ്പം അടൂരിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ലോഞ്ചിന്റെ ആവശ്യമില്ല, ആര്യാടൻ ഷൗക്കത്തിന് ലോഞ്ചിന്റെ ആവശ്യമില്ല. ഈ പ്രദേശക്കാർക്ക് ഞാൻ പറഞ്ഞത് പ്രദേശക്കാർക്ക് മാത്രം മത്സരിക്കാൻ പറ്റുള്ളൂ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ഈ പ്രദേശത്തിന് വേണ്ടി പ്രദേശക്കാരനായിട്ട് പോലും ഈ പ്രദേശത്തിന്റെ കോസ്റ്റുകൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഈ 4 വർഷത്തിനിടയിൽ എത്രമാത്രം ആളുകളാണ് നിലമ്പൂരിൽ ആക്രമിക്കപ്പെട്ടത്, മൃഗങ്ങളെ എത്ര കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത്. ലോകത്തുള്ള പല കാര്യങ്ങളെ പറ്റി പറയാറുണ്ടല്ലോ. ഒറ്റ വാക്ക്, ഒരു വരി, ഒരു കുത്തൊരു കോമ ഈ മാലിദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് ഉണ്ടായിരുന്നു പ്രത്യക്ഷമായി സമരം ചെയ്യാൻ, ആ നാടിനു വേണ്ടി സംസാരിക്കാൻ. കവളപ്പാറ ദുരന്തമുണ്ടായല്ലോ, ഇപ്പൊ തപ്പിയെടുത്തോണ്ടിരിക്കുക ഏതെങ്കിലും ഫോട്ടോ ഉണ്ടോന്ന്. പക്ഷെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല കവളപ്പാറയിൽ ഉണ്ടായതായിട്ട്. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ ഒരു പ്രയാസമുണ്ട്. അയാൾ MLA ഒന്നും ആയിരുന്നില്ല, പക്ഷെ ഈ നാട്ടിലുണ്ടായിരുന്നു, ഈ നാടിന്റെ കാവലായിട്ടുണ്ടായിരുന്നു. ഈ MLA ആയിട്ട് നിയമസഭയ്ക്കകത്തും കാവലായിട്ട്. അൻവറിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളോട് ചോദിക്കുന്ന അവസാനിപ്പിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൻവർ ഞങ്ങളുടെ MLA അല്ലാണ്, CPM-ന്റെ MLA ആയിരുന്നു. അവരോട് ചോദിക്കണം. 4 വർഷം മുൻപ് അവർ വോട്ട് വാങ്ങി ജയിപ്പിച്ച് അവരുടെ MLA ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം ഇപ്പൊ എന്ത് പറഞ്ഞാലും അവർക്കെതിരാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അൻവറിനെ പറ്റി ഞങ്ങളോട് ചോദിക്കാതെ അവരോട് ചോദിക്കൂ. MLA വേർ ഈസ് യുവർ MLA എന്ന് അവരോട് ചോദിക്കാം. ഇപ്പം കുറച്ച് ആളുകൾ എന്തായാലും ഈ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുമല്ലോ, ജയിക്കില്ല, സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുമല്ലോ. ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ആ ആളുകൾക്ക് ഉറപ്പുണ്ടോ നാളെ ഈ ചങ്ങാതി അവരോടൊപ്പം തന്നെ ഉണ്ടാകുന്നു? ഈ ചങ്ങാതി ആഭ്യന്തര വകുപ്പിനെതിരെ പത്രസമ്മേളനം നടത്തില്ല എന്ന് ഉറപ്പുണ്ടോ? ഈ ചങ്ങാതി ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരായിട്ട് പറയില്ല എന്ന് ഉറപ്പുണ്ടോ? അപ്പൊ അങ്ങനെ ഉറപ്പൊന്നുമില്ലല്ലോ. ഇവിടെ ജയിപ്പിച്ചിട്ട് ആളുകൾക്ക് അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവമുള്ള മനുഷ്യർ ചെയ്തു.